തിരുവനന്തപുരം കുണ്ടകംകടവ് നിന്ന് നമ്മുടെ വട്ടിയൂർക്കാവ് പോകുന്ന മെയിൻ റോഡാണ്. അതായത് കുണ്ടകംകടവ് ക്ഷേത്രത്തിന് നേരെ എതിർവശം കാണുന്ന റോഡ് ഏകദേശം 200 മീറ്റർ വരുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലം ഇങ്ങനെ ക്രോസ് ചെയ്ത ഉടനെ റൈറ്റിലേക്ക് കാണുന്ന വഴി. ഈ റോഡിൻ്റെ വീതി നോക്കിയേ, നല്ല വൈഡായിട്ടുള്ള റോഡിൽ ഇങ്ങനെ ജസ്റ്റ് കയറുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന 5.5 സെൻറ്റിനകത്ത് വരുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നല്ലതായി ഇതുപോലുള്ള പ്രീമിയം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം. മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം പ്രോപ്പർട്ടിക്ക് അകത്തേക്കുള്ള ഈ റോഡിൻ്റെ വീതിയാണ് കേട്ടോ. ഏകദേശം ഒരു 6-7 മീറ്ററോളം വീതി ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും നല്ല വീതിയുള്ള റോഡ് വഴി നമ്മുടെ വീട്ടിലേക്ക് കയറാം. ഇവിടെ ഒരു വീട് പണി കഴിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണുന്ന പ്രോപ്പർട്ടി അങ്ങനെ 5.5 സെൻറ്റിനകത്ത് വരുന്ന പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത്. മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കയറുമ്പോൾ ഇടതുവശത്ത് 3ാമത്തെ പ്ലോട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരിക. ഈ റോഡ് അവിടെ ചെന്നങ്ങ് എൻഡ് ആവുകയാണ്. അതുപോലെ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ റോഡ് എൻഡ് ആവുകയാണ്. ഇതിനകത്ത് കുറച്ച് നല്ല വലിയ വീടുകളാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിലുള്ള കേട്ടോ. ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ നമുക്ക് അതിനകത്തേക്ക് എൻട്രൻസ് അതുവഴി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇതിനകത്തൂടെ കയറി ആ വഴി കാണിച്ചു തരാം. ഈ വീടിരിപ്പ് പോയിട്ട് ഇവിടെ ഒരു അതിര് തിരിച്ചിട്ടുണ്ട്. അതിനിപ്പുറത്തേക്ക് വരുന്ന 5.41 സെൻറ്റ് ആ രീതിയിലാണ് വരുന്നത്. ഈ കാണുന്ന നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടി, നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ കേട്ടോ. എടുത്തു പറയേണ്ട കാര്യം ഇതിലേക്കുള്ള റോഡ് ആക്സസ് ആണ്. നല്ല വീതിയുള്ള റോഡ് ആക്സസ്. നമുക്ക് ഒരു രീതിയിലുള്ള കഞ്ചക്ഷനോ ഒന്നുമില്ല. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരുമല സൈഡോ പൂജപ്പുരയോ എങ്ങോട്ട് വേണമെങ്കിൽ ഈസിലി പോകാം. ഇങ്ങോട്ടേക്കാണെങ്കിൽ വട്ടിയൂർക്കാവ് സൈഡിലൊക്കെ ഈസി ആക്സസ് ആണ്. സ്കൂളായാലും എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ചുറ്റുവട്ടത്തുണ്ട്. അങ്ങനെയുള്ളൊരു ലൊക്കേഷനിൽ ഈ പ്രോപ്പർട്ടി ചോദിക്കുന്ന വില പെർ സെൻറ്റ് 12.5 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്.